ദുബായിലോ US-ലോ ജപ്പാനിലോ ഒന്നുമില്ലാത്ത ഏതാണ്ട് 20,000 ആളുകൾ താമസിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ കെട്ടിടത്തെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു കെട്ടിടത്തിൽ ജീവിക്കുന്നത് ഏതാണ്ട് 20,000 മനുഷ്യർ. എന്നാൽ ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദുബായിലോ US-ലോ ജപ്പാനിലോ ഒന്നും തന്നെയല്ല. ചൈനയിലെ കിയാൻജിയാങ് സെഞ്ചുറി സിറ്റിയിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ കെട്ടിടമായിട്ടുള്ള റീജന്റ് ഇന്റർനാഷണൽ നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്ട് 2013 ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. സ്വയം നിയന്ത്രിത കമ്മ്യൂണിറ്റി എന്ന വിളിക്കപ്പെടുന്ന ജനസമൂഹമുള്ള ഈ വലിയ കെട്ടിടം എന്ന് പറയുന്നത് എല്ലാ തരത്തിലുമുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ജീവിക്കുന്ന ഒരാൾക്ക് കാര്യത്തിനും വാസ്തവത്തിൽ ഈ കെട്ടിടം വിട്ട് പുറത്തു പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ചൈനയിലെ കിയാൻജിയാങ് സെഞ്ചുറി സിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന 675 അടി ഉയരമുള്ള ഈ പടുകൂറ്റൻ കെട്ടിടം വാസ്തവത്തിൽ ആദ്യം ഒരു ഹോട്ടലായിട്ടായിരുന്നു പദ്ധതിയിട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഇത് അതിവിശാലമായിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ കെട്ടിടമായിട്ട് മാറി എന്നുള്ളതാണ്. 1.47 ദശലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ ആകൃതിയിലാണ് ഈ കെട്ടിടത്തിൻ്റെ ഒരു രൂപഘടന എന്ന് പറയുന്നത്. 37 നിരകളിലായിട്ട് ഏതാണ്ട് ആയിരക്കണക്കിന് അപ്പാർട്ട്മെൻറ്റുകളിൽ 20,000 താമസക്കാരാണ് ഇവിടെ നിലവിലുള്ളത്. ഈ കെട്ടിടത്തിൽ താമസിക്കുന്ന ഒരാൾക്ക് തൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കെട്ടിടം വിട്ട് പോകേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. മാത്രമല്ല അവിടെ ഷോപ്പിംഗ് സെൻ്ററുകൾ, അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ, വിനോദ സൗകര്യങ്ങൾ എന്നീ സേവനങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കെട്ടിടത്തിൻ്റെ വിവിധ നിലകളിലായിട്ട് ഇത് നിലകൊള്ളുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ ഒപ്പം തന്നെ അത്യാധുനിക ഫിറ്റ്നസ് സെൻ്ററുകളുണ്ട്, ഫുഡ് കോർട്ടുകളുണ്ട്, ഇൻഡോർ നീന്തൽക്കുളങ്ങൾ വരെയുണ്ട്. മാത്രമല്ല പലചരക്ക് കടകൾ, അതേപോലെ തന്നെ സലൂണുകൾ, വിശാലമായിട്ടുള്ള പൂന്തോട്ടങ്ങൾ എന്നിവയും നമുക്ക് ഈ കെട്ടിടത്തിൽ കാണാവുന്നതാണ്. ഇവിടുത്തെ താമസക്കാർക്ക് ഇവിടെ തന്നെ ഇത്തരം എല്ലാ സൗകര്യങ്ങളും ലഭിക്കുമെന്നതാണ്. അതുകൊണ്ടാണ് ഈ കെട്ടിടത്തിൽ താമസിക്കുന്ന സമൂഹത്തെ സ്വയം നിയന്ത്രിത കമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത് തന്നെ.